കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട അപ്പീലുമായി കുടുംബം ഹൈക്കോടതിയിൽ. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ K. മഞ്ജുഷയാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് അപ്പീലിലെ പ്രധാന വാദം. സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ട്. ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല. 2024 ഒക്ടോബർ 15 രാവിലെയാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേന്ന് കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ADM നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. ആത്മഹത്യയ്ക്ക് പിന്നിൽ അഴിമതി ആരോപണമെന്ന പരാതി ഉയർന്നതോടെ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തു. അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇത് അട്ടിമറിക്കപ്പെടുന്നു എന്നാരോപിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് CBI അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. അന്വേഷണം അനുവദിക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയിരുന്നു. കുടുംബം ഉയർത്തുന്ന ആശങ്കകൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ സിംഗിൾ ബെഞ്ച് പല കാര്യങ്ങളും പരിഗണിച്ചില്ലെന്ന് അപ്പീലിൽ ആരോപിക്കുന്നു. യാത്രയയപ്പ് യോഗത്തിന് ശേഷം ആരൊക്കെയാണ് നവീൻ ബാബുവിനെ കണ്ടത് എന്നത് പ്രധാനമാണ്. കൊലപാതക സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ അന്വേഷണ സംഘം ഇക്കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല. അവർ തെളിവുകൾ മറയ്ക്കാനും വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖനാണ് ADMന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷവും പാർട്ടിയിലെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നത്. അതിനാൽ തന്നെ പക്ഷാപാതരഹിതമായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ ശരിയായ അന്വേഷണത്തിന് CBI നിയോഗിക്കണം. ഇത് പൊതുജനങ്ങൾക്ക് അന്വേഷണ ഏജൻസികളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. എന്നാൽ പോലീസിന്റെ കേസ് ഡയറി പരിശോധിച്ച ശേഷം അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അന്വേഷണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പിഴവുകൾ തെളിയിക്കാനായിട്ടില്ലെന്നുമാണ് സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ വിധി. മാത്രമല്ല, കുറ്റാരോപിതയായ വ്യക്തി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് അടുപ്പം പുലർത്തുന്നു എന്നത് CBI അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള കാരണമല്ലെന്നും വ്യക്തമാക്കി. ഹർജി സിംഗിൾ എന്നാൽ വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജിയിൽ വിധി പറഞ്ഞതെന്ന് അപ്പീലിൽ പറയുന്നു. അന്വേഷണത്തിലെ പൊരുത്തക്കേടുകളും അന്വേഷണ സംഘത്തിലെ വിശ്വാസ്യതയില്ലായ്മയും സിംഗിൾ ബെഞ്ച് കണക്കിലെടുക്കേണ്ടതില്ലായിരുന്നു. പ്രതി ഭരണകക്ഷിയിലെ പ്രധാന തെളിവാണെന്നതും സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നതും സിംഗിൾ ബെഞ്ച് ജഡ്ജി പരിഗണിക്കേണ്ടതായിരുന്നു. ഈ സാഹചര്യത്തിൽ CBI അന്വേഷണം കൊണ്ട് മാത്രമേ നവീൻ ബാബുവിന്റെ മരണത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുകയുള്ളൂ എന്നും വ്യക്തമാക്കിയാണ് അപ്പീൽ നൽകിയത്.